ഹായ് ആൾ, വെൽക്കം ടു എൻടെക് ഇ ലേണിംഗ് സൊല്യൂഷൻസ്. എൻടെക് ഇ ലേണിംഗ് സൊല്യൂഷൻസിന്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയതായിട്ട് RRB ALP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. അത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഈ ALP എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജസ്റ്റ് എങ്കിലും ഒന്നുകൂടി പറയാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നമ്മളെ എഞ്ചിൻ ട്രെയിൻ ഓടിക്കുന്ന ആളുകളെ നോർമലി നമ്മൾ പറയുന്നത് ലോക്കോ പൈലറ്റ് എന്നാണ്. അപ്പൊ ലോക്കോ പൈലറ്റും അതോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്കറിയാം, ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് CEN 01 2025 CEN ഫസ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിലാണ് വരുന്നത്. ഇതിൽ വലിയൊരു നോട്ടിഫിക്കേഷൻ ആണ്. ഏകദേശം അതിന്റെ ഡോക്യുമെന്റ്സും നമ്മൾക്കുള്ള സർട്ടിഫിക്കറ്റും എല്ലാം അടക്കം ഒരു 30ഓളം പേജ് വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് പറയുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 12-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 12 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 11-ാം തീയതിയാണ് അല്ലെ. കൃത്യം ഒരു മാസത്തോളം നമുക്ക് അവിടെ സമയമുണ്ട്. മെയ് 11-ാം തീയതി വരെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. ഇനി ആ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റേജ് ആണ് പേയ്മെന്റ്. അപ്പൊ പേയ്മെന്റ് അടക്കാൻ പിറ്റേ ദിവസം 13-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. 13 രാത്രി 12 മണി വരെയാണ് അതിന്റെ ടൈം വരുന്നത്. ഇനി നമ്മൾ ചെയ്ത സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് 14/5 മെയ് 14 വരെയാണ് അതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയ് 11-ാം തീയതി വരെയാണ് ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പൊ മെയ് 11-ാം തീയതിക്ക് മുന്നേ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവസാന സമയമാകുമ്പോൾ ചിലപ്പോൾ സൈറ്റിൽ ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP എന്നാണ് പറയുന്നത്. ലെവൽ 2 ആണ് അതിന്റെ പേ സ്കെയിൽ വരുന്നത്. പേ ലെവൽ വരുന്നത് ലെവൽ 2 ആണ്. അതുകൊണ്ട് ഇനീഷ്യൽ പേയ്മെന്റ് പറയുന്നത് 19,900 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ്. എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 എന്നുള്ളതും A1ൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പറ്റുക. 18 വയസ്സ് മുതൽ 30 വയസ്സ് എന്ന് പറഞ്ഞാലും SC ST OBC അതേപോലുള്ള EWS വിഭാഗക്കാർക്കൊക്കെ ഏജ് റിലാക്സേഷന് ഈ ഒരു നോട്ടിഫിക്കേഷനിലും ബാധകമായിരിക്കും. ടോട്ടൽ വേക്കൻസീസ് ഓൾ ഓവർ എല്ലാ RRBയിലും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 9,970 വേക്കൻസീസ് ആണ്. അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് തന്നെയാണെന്ന് പറയാം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന RRBയിലുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിന്റെ കൂടെ ചെറിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറയുന്നത്? അതായത് അവസാന വർഷം അല്ലെങ്കിൽ നമ്മളെ ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇതിന്റെ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുന്നേ നമ്മളുടെ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ബിഫോർ ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു RRBയിലാണ് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നിൽ കൂടുതൽ RRB അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. മൊത്തം ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലെ നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യം കൂടിയാണ്. നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. CBT 1, CBT 2, CBAT എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. എന്താന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ അതില് നോർമലി എക്സാമിന് കിട്ടുന്ന റൈറ്റ് ആൻസറിന് 1 മാർക്കും റോങ് ആൻസറിന് 1/3 മാർക്ക് ആയിരിക്കും നെഗറ്റീവ് ഉണ്ടായിരിക്കുക. ബോത്ത് CBT 1നും CBT 2ക്കും. CBATക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അതിൽ അറ്റൻഡ് ചെയ്താലും നെഗറ്റീവ്, തെറ്റിപ്പോയാലും നെഗറ്റീവ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ വരുന്നത്. അപ്പൊ CBT ഫസ്റ്റ് സ്റ്റേജും CBT സെക്കൻഡ് സ്റ്റേജും കയറി കൂടുതലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത CBAT ടെസ്റ്റും പിന്നെ ഒരു മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും അടുത്ത സ്റ്റേജുകളൊക്കെ ഉണ്ടാവും. അത് എന്തൊക്കെയാണ് സ്റ്റേജുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ കൂടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ട്രെയിനിലെ ഫെസിലിറ്റി, SC ST കാർക്കുള്ള ട്രാവലിംഗ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ.
അടുത്ത മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിരുന്നത് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കലി ഫിറ്റ് ഇൻ ആൾ റെസ്പെക്ട്, എല്ലാ രീതിയിലും അയാൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ്. ഇപ്പൊ വിഷൻ പറയുന്നത് 6/6 ആണ്, വിത്തൗട്ട് ഗ്ലാസസ്, വിത്ത് ഫോഗിങ് ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് നിയർ വിഷൻ പറയുന്നത് 0.6 വിത്തൗട്ട് ഗ്ലാസസ് പറയുന്നുണ്ട്. വിത്തൗട്ട് ഗ്ലാസസ് ആണ് മുഴുവൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ കളർ വിഷന്, ബൈനോക്കുലർ വിഷന്, ഫീൽഡ് ഓഫ് വിഷന്, നൈറ്റ് വിഷന്, മെസോപിക് വിഷന്, ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റുകളിലൊക്കെ ആൾ പാസ്സായിരിക്കണം. ഈ ഒരു ഇതിലൊന്നും പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും കൂടി ഈ മെഡിക്കൽ ഫിറ്റ്നസിന്റെ A1 സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ഇതിന്റെ ഏജ് റിലാക്സേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ശരിക്കും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏജ് ലിമിറ്റിൽ 18 വയസ്സ് മുതൽ 30 വയസ്സിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ആ റിലാക്സേഷൻ എന്തൊക്കെയാണെന്നുള്ള പറയാം കേട്ടോ. SC/ST കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്, 5 വർഷം കൂടി കൂടാം. 30 വർഷം എന്നുള്ളത് 35 വർഷം വരെ പോവാം. OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷം. നോർമലി നമ്മൾ എല്ലാ PSCക്കും ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അപ്പൊ ആ ഒരു രീതി തന്നെ OBCക്ക് ആണെങ്കിൽ 3 വർഷം പോകാം. പിന്നെ എക്സ് സർവീസ്മാനിൽ തന്നെ ജനറൽ കാറ്റഗറി ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ EWS ഉള്ള ആളുകൾക്കും അതേപോലെ OBC നോൺ ക്രീമിയർ ലെയറിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് എക്സ് സർവീസ്മാനിൽ SC/ST വിഭാഗത്തിൽ പെടുന്നവർക്കൊക്കെ ഉള്ള 3 വർഷം, 6 വർഷം, 8 വർഷം എന്ന് യഥാക്രമം ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് സി ഒക്കെ ഉള്ള ആളുകൾക്ക് ഏജ് ലിമിറ്റ് കൂടി ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യമായിരുന്നു. ഇപ്പൊ നമ്മൾ ഏജ് ലിമിറ്റ് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അവർ കൃത്യം ആ ഒരു ഡേറ്റ് ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂസീവ് എന്നാണ് പറയുന്നത്. ഡേറ്റ്സുകളെല്ലാം തന്നെ ആ ഡേറ്റുകളും അതിൽ ഉൾപ്പെട്ടിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻക്ലൂഡ്സ് OBC. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 1/7/2007 ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1/7/2007 ശേഷം ജനിച്ച ആളുകൾക്കാണ്. നോർമൽ നമ്മൾ കാൻഡിഡേറ്റ്സിൽ 2/7/1995 ആണ്. OBC നോൺ ക്രിമിനൽ ആകുമ്പോൾ 92 വരെ പറ്റും. അതേപോലെ തന്നെ SC/ST ആണെങ്കിൽ 90 വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഈ 18 മുതൽ 30 വയസ്സ് വരെ എന്ന് പറഞ്ഞ ആ ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് നമ്മൾ എക്സാമിനേഷൻ ഫീസിനെ കുറിച്ചാണ്. നോർമലി ആദ്യ കാലങ്ങളിലൊക്കെ എക്സാമിനേഷൻ ഫീസ് മാത്രം അടക്കലായിരുന്നു. പിന്നെ റെയിൽവേ അതിന് ചെറിയൊരു മാറ്റം വരുത്തി. കുറെ കാലങ്ങളായി മാറ്റം വരുത്തിയിട്ട് എന്താണ് മാറ്റം എന്ന് വെച്ചാൽ ആദ്യം നമ്മളേക്കൊന്ന് വാങ്ങുന്ന ഒരു ഫീ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആയിരിക്കും. അതിനുശേഷം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഫീന്റെ ഒരു ശതമാനം നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് റീഫണ്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ടോട്ടൽ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കാർക്ക്, ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക്, OBC ആളുകൾക്ക് എല്ലാവർക്കും ഫീസ് വരുന്നത് 500 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ 400 രൂപ റീഫണ്ട് ചെയ്യും, 400 റുപ്പീസ് റീഫണ്ട് ചെയ്യും. നമ്മൾ കറക്റ്റ് CBT 1 അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 400 റുപ്പീസ് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അപ്ലിക്കേഷൻസ് വരും. എന്നിട്ട് പല ആളുകളും എക്സാം എഴുതാതിരിക്കും. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ RRB റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത് പറയുന്നത് SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, EBC അങ്ങനെ എല്ലാ ആളുകൾക്ക് ഉള്ള ഫീ എന്ന് പറയുന്നത് 250 റുപ്പീസ് ആണ്. ദിസ് ഫീ ഇതിൽ 250 റുപ്പീസും എന്തായിരിക്കും, അത് കഴിയുമ്പോൾ റീഫണ്ട് ചെയ്ത് തരും. ഇതിന്റെ ഒപ്പം ഒരു ബാങ്ക് ചാർജ് കുറക്കും എന്ന് പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാങ്ക് ചാർജ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് തിരിച്ചു വരിക. ദെൻ നെക്സ്റ്റ് അടുത്തത് ഫീ അടക്കേണ്ടതാണ്. ഫീ അടക്കേണ്ട പേയ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് വരുന്നത്. അതായത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഫീ അടക്കേണ്ടത്. ഓൺലൈൻ പേയ്മെന്റിലൂടെയാണ് ഫീ അടക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ പേര്, ബാങ്കിൽ എന്താണോ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് അതേ പേര്, ആ അക്കൗണ്ട് ഹോൾഡറിന്റെ നെയിം, അതേപോലെ തന്നെ IFSC കോഡ് കൃത്യമായിട്ട് കൊടുക്കണം. ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ പേയ്മെന്റ് റീഫണ്ട് ആയിട്ടില്ലെങ്കിൽ അത് ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 400 റുപ്പീസ് റിട്ടേൺ കിട്ടും. നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ 250 റുപ്പീസ് റിട്ടേൺ നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഫീ തന്നെ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് കിട്ടുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് അല്ലെ. എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ 5 സ്റ്റേജുകളായിട്ടാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CBT 1 ആണ്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് CBT 1 ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT 2 ആണ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് CBAT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്.
ദെൻ ഫോർത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ഫിഫ്ത്ത് മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 5 സ്റ്റേജുകളായിട്ടാണ് നമുക്ക് ഇതിന്റെ ഒരു എക്സാം വരുന്നത്. അപ്പൊ CBT1, CBT2 ആണ് ഫസ്റ്റ് നമ്മൾ CBT1 ആണ് നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് CBT2 ക്ലിയർ ചെയ്യണം. അതോടൊപ്പം തന്നെ CBAT ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് പിന്നീട് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് CBT1 എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. CBT1 എന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരു സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CBT1 എന്ന് പറഞ്ഞ എക്സാമുകൾ റെയിൽവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ന് പറയുന്നത് CBT2 പോകുന്നത് ഒരു മെറിറ്റ് ഓർഡറിലായിരിക്കും. അതിന്റെ ഈ ഒരു CBT1ന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും അടുത്ത ഒരു സ്റ്റേജിൽ ഇതിന്റെ മാർക്ക് കൗണ്ട് ചെയ്യൂല. ഇത് ജസ്റ്റ് നമ്മൾ പ്രിലിംസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് കയറിക്കൂടാൻ, അതായത് CBT2 നെക്സ്റ്റ് സ്റ്റേജിലോട്ട് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി സ്ക്രീൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് CBT1 എന്ന് പറയുന്നത്. അപ്പൊ പാറ്റേണും സിലബസും നമുക്ക് നോക്കാം. CBT1ന്റെ പാറ്റേൺ സിലബസ് എന്ന് പറയുന്നത് നോർമൽ ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്, നമുക്ക് 1 അവർ ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 75 ആണ് അല്ലെ. 75 മാർക്സ് ആണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 75 ക്വസ്റ്റ്യനും 75 മാർക്കും ആണ് വരിക. അതായത് 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ് ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. നോർമലി കൂടുതൽ ആളുകൾ ഉണ്ടാവും ഈ എക്സാം എഴുതാൻ. അപ്പൊ അത് 2 or 3 ഷിഫ്റ്റുകളിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാകുക, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിന്റെ ഒരു മിനിമം പാസ് പെർസെന്റേജ് പറയുന്നുണ്ട്. അതായത് ജനറൽ കാറ്റഗറി EWS കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 40%, OBC നോൺ ക്രീമിയർ ലെയറിലുള്ള ആളുകൾക്ക് 30%, SC ആണെങ്കിൽ SC 30%, ST 25% എന്തിൽ വരുന്നത്. ഇതിന്റെ ഒരു നോർമൽ പാസ് പെർസെന്റേജ് എലിജിബിലിറ്റി, ഇത് പാസ്സാകാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത് CBTയുടെ 1ന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ദെൻ എന്തൊക്കെയാണ് അതിന്റെ സിലബസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് വരുന്നത് മാത്സ് ആണ്, ജനറൽ മാത്സ് ആണ്. മാത്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുക, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജസ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്പ് ആൻഡ് ക്ലിസ്റ്ററിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാത്സിലുള്ള പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. നമ്പർ സീരീസ് ആണെങ്കിലും കോഡിങ്ങും ഡീകോഡിങ്ങും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മാത്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ജനറൽ സയൻസ് ആണ് വരുന്നത്. ജനറൽ സയൻസിൽ എന്ന് പറയുന്നത് നമ്മളൊരു 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് എന്നുള്ള ഈ ഒരു സയൻസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ് ആണ്. കറന്റ് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അങ്ങനെയുള്ള സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ള ജനറൽ നോളജും കാര്യങ്ങളായിരിക്കും ഇതിന്റെ സിലബസ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് CBT1 സിലബസ് ആയിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത് എന്ന് പറയുന്നത് CBT2 ആണ്. CBT2 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CBT1 പാസ്സായ ആളുകൾക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ CBT2 എന്നുള്ള സംഭവം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ CBT2ന്റെ പാറ്റേണും സിലബസും നോക്കാം. CBT2ന്റെ പാറ്റേൺസ് പറയുന്നത് CBT2 2 പാർട്ടായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ട് A ആയിട്ടും പാർട്ട് B ആയിട്ടും 2 പാർട്ടായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2.5 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാർട്ട് എ എന്ന് പറയുന്നത് 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടായിരിക്കുക. പാർട്ട് എ എന്ന് പറയുന്നത് 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻസും. പാർട്ട് ബി എന്ന് പറയുന്നത് 60 മിനിറ്റും 75 ക്വസ്റ്റ്യൻസും ആണ് പാർട്ട് ബി ഉണ്ടായിരിക്കുക. ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ CBT1നും CBT2നും നമുക്ക് എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. CBAT ആണെന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് മാർക്ക് വരില്ല. ഇതില് മിനിമം ഒരു പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ EWS കാറ്റഗറിയിലെ ആളുകൾക്ക് 40%, OBC വിഭാഗക്കാർക്ക് 30%, SC 30%, ST 25% എന്നുള്ള രീതിയിലാണ് ഇതിലും എന്ത് വരുന്നത്, മിനിമം പാസ് മാർക്ക് വരുന്നത്. മിനിമം അത്രയെങ്കിലും എന്ത് ചെയ്യണം, സ്കോർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇതിന്റെ പാർട്ട് എന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻസും ആണെന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു മാത്തമെറ്റിക്സിന്റെ ഭാഗം, മാത്സിന്റെ ഭാഗം എന്തായാലും ഇതിന്റെ സിലബസിലും ഉൾപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞിട്ട് റീസണിംഗ് ക്വസ്റ്റ്യൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ റീസണിംഗിന്റെ ഭാഗം ഉണ്ടാവും. പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ഭാഗം ഉണ്ടായിരിക്കും. നമ്മൾ ബേസിക് ആയിട്ടുള്ള സയൻസിൽ, ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന ആ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും.
അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച CBT 1 പഠിച്ച അതേ സിലബസിന്റെ കണ്ടന്റ് തന്നെയായിരിക്കും ഇതിനും CBT 2 പാർട്ട് എക്ക് ഉണ്ടായിരിക്കുക. പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മളെ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിന്റെ സിലബസിന് ബേസ് ചെയ്തിട്ടായിരിക്കും. അത് DGT നിശ്ചയിച്ചിട്ടുള്ള സിലബസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നുണ്ടായിരിക്കുക. പാർട്ട് ബിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് എന്താണ് ട്രേഡ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന്റെ ഗ്രൂപ്പിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ട് കോമ്പിനേഷനിലെ ട്രേഡിലെ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ്, മെക്കാനിക്, വയർമാൻ, ആർമേച്ചർ, കോയിൽ വൈൻഡർ, ഡെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, മെക്കാനിക്, ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അതിന്റെ ട്രേഡ് വരുന്നത്. അപ്പൊ ഈ ഒരു ഇതിലുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ദെൻ ഇലക്ട്രോണിക്സിന്റെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പറയുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ട്രേഡുകൾ. ദെൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡുകൾ, കാര്യങ്ങൾ. ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, ഇതിൽ ഈ ഒരു ട്രേഡിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് CBAT ആണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് CBAT ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും പാസ്സാകുന്ന ആളുകൾക്കുള്ളതാണ് CBAT എന്ന് പറയുന്നത്. ഇതിന് നെഗറ്റീവ് മാർക്കിങ്ങോ കാര്യങ്ങളോ അല്ല, നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏത് RRBക്കാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആ RRBയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏതൊക്കെ RRB ഇതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ RRBകളിലും ആയിരിക്കും നമുക്ക് വാക്കൻസി വരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് RRBയിലാണോ, ഏത് ഭാഗത്തോട്ടുള്ള RRBക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതാത് RRBയിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ആവുന്നതാണ്. അതിന്റെ സൈറ്റും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനറൽ ഗൈഡ് ലൈൻസ് പറയുന്നതിൽ നമുക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് ഈ CBT 1ഉം CBT 2 എക്സാം നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതോടൊപ്പം തന്നെ 13 റീജിയണൽ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. ഇപ്പൊ മലയാളത്തിലും CBT 1ഉം CBT 2ഉം മലയാളത്തിൽ എഴുതാം. CBAT എന്ന് പറയുന്നത് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി ഇംഗ്ലീഷ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫീ ഉണ്ട്. ഒരു 250 റുപ്പീസ് ആണ് അതിന്റെ ഫീ വരുന്നത്. പക്ഷെ അത് റീഫണ്ടബിൾ അല്ല, റീഫണ്ടബിൾ ഫീ അല്ല. അത് നമുക്ക് ഒരു തവണ അടച്ചു കഴിഞ്ഞാൽ ആ മോഡിഫിക്കേഷൻ ചാർജ് ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് പിന്നെ വരുന്നത് നമ്മളെ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ്, നമ്മുടെ ഫോർമാറ്റിലെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഈ 3 സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് അതിന്റെ പോസ്റ്റിലെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതേപോലെ പേ സ്കെയിൽ പറയുന്നുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC പ്ലസ് ITI ഉള്ള ഏതെങ്കിലും NCVT, SCVT, ITI ഉള്ള ട്രേഡുകളിൽ നിന്ന്, ഈ ട്രേഡിലൊക്കെ ITI ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്രന്റിക്സ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള, അതായത് SSLCന്റെ കൂടെ 3 വർഷത്തെ ഡിപ്ലോമ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഏതെങ്കിലും ഡിപ്ലോമ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വാക്കൻസി ചാർട്ട് ആണ്. അതായത് ഓരോ സോണിലുള്ള, ഓരോ RRBയിലുള്ള ജനറൽ, SC, ST, OBC, EWS എന്നുള്ള വാക്കൻസിയുടെ ചാർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇതിലാണോ നോക്കേണ്ടത്, ഇപ്പൊ ഇവിടെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ സദേൺ റെയിൽവേയിൽ UR എന്ന് പറയുമ്പോൾ 55 ഒഴിവാണുള്ളത്. 55 എന്ന് പറയുന്ന UR എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിലാണ്. ദെൻ SC, ST ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്ത് OBC, EWS, അങ്ങനെ ടോട്ടൽ 148 ഒഴിവുകളാണ് ഉള്ളത്. ടോട്ടൽ 9970 ഒഴിവുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വിളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നോട്ടിഫിക്കേഷന്റെ PDF ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നമുക്ക് വേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മളുടെ കമന്റ് സെക്ഷനിലായിട്ടും അതോടൊപ്പം തന്നെ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിലായിട്ടും ഞങ്ങളുടെ എൻടെക് ലേണിംഗ് സൊല്യൂഷൻസിന്റെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആപ്പിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കയറി നോക്കാം. ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ALPന്റെ ക്ലാസ്സസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലിരുന്ന് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റ് ക്ലാസ്സസ് നമ്മൾ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.